Zain അക്കാഡമിയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന അധ്യായത്തിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ നടത്തി കഴിഞ്ഞു. യൂണിറ്റ് ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020 നടന്ന SLC എക്സാമിൻ്റെയും അതുപോലെ തന്നെ മോഡൽ എക്സാമിനെയും ബേസ് ചെയ്തിട്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വെറൈറ്റി ഓഫ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും യഥാവിധി ആൻസറുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരും ആശങ്കയിലാണ്. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല, ആശങ്കപ്പെടാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ്, സമവാക്യങ്ങളൊക്കെ കറക്റ്റ് പഠിക്കുക. അത് വെച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും അത് എങ്ങനെയും സോൾവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്, ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾക്ക് ആദ്യമേ വേണ്ടതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മാത്സ് എന്ന് പറയുന്നത് തന്നെ പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ അവിടെ ഉണ്ടാവാം. അപ്പോൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പഠിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. പല ടൈപ്പ് ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത്തരം ക്വസ്റ്റ്യനുകളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നോക്കണം. നമ്മളപ്പോൾ ഇന്നലെ കഴിഞ്ഞ മാത്സ് എക്സാമിൻ്റെ ആ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസറുകളും ഒന്ന് നമ്മൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യമായിരുന്നു റൈറ്റ് ദ സിക്സ്ത് ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 125, 49, 73, 97. 1, 25, 49, 73, 97 എന്ന സമാന്തര ശ്രേണിയുടെ ആറാം പദം എഴുതുക, സിക്സ്ത് ടേം എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരമൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ആറാമത്തെ പദമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്നാം പദമാണ്, ഇത് രണ്ടാം പദമാണ്, മൂന്നാം പദമാണ്, നാലാം പദമാണ്, അഞ്ചാം പദമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആറാം പദമാണ് നമ്മൾക്ക് കാണേണ്ടത്. നമ്മൾക്കറിയാം അഞ്ചാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ ആറാം പദം കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇവിടെ അഞ്ചാം പദം നമ്മൾക്കറിയാം എത്രയാണ്, 97 ആണ് ഫിഫ്ത്ത് ടേം, അഞ്ചാം പദം. നമ്മൾക്കിനി എന്താ അറിയേണ്ടതുള്ളൂ, ഡി അറിയില്ല, ഡി കാണണം. എങ്ങനെയാണ് ഡി കാണുക? ഡി കാണൽ വളരെ സിമ്പിളാണ്. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ കിട്ടും, മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചാലും കിട്ടും, നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറച്ചാലും കിട്ടും, അഞ്ചാം പദത്തിൽ നിന്ന് നാലാം പദം കുറച്ചാലും കിട്ടും. എന്തും ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മളെടുക്കുക, 25 നിന്ന് 1 കുറക്കുക, അതാണല്ലോ എളുപ്പം. അപ്പോൾ 25 നിന്ന് 1 കുറക്കുക, ആൻസർ 24 കിട്ടും. അപ്പോൾ ഡിഫറൻസ് എന്നുള്ളത്, കോമൺ ഡിഫറൻസ് എന്നുള്ളത് 24 ആണ്. അത് നമ്മളിവിടെ കൊടുക്കുക, പ്ലസ് ഡി അഥവാ 24. 97 24 കൂട്ടിയാൽ ആൻസർ 121 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഒന്നാമത്തേതിൽ എ പാർട്ടാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തേതിൽ എ പാർട്ടിൻ്റെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ടിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തത്, അതിൽ ബി പാർട്ട് എന്താണെന്ന് നോക്കാം. ബി പാർട്ട്, ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 97, 73, 49 എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. 97, 73, 49 എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പൂർണ്ണവർഗ്ഗങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിലെങ്ങനെ കാണാം പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗ്ഗങ്ങൾ എങ്ങനെ കാണാം? അപ്പോൾ നമ്മൾ ഈ സമാന്തര ശ്രേണി ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾക്കറിയാം 1ൻ്റെ വർഗ്ഗം അഥവാ സ്ക്വയർ എന്നുള്ളത് എന്താണ്? 1 തന്നെയാണ്. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ സ്ക്വയറിനെ കുറിച്ച് നമ്മൾക്ക് ആദ്യം ഒരു കൺസെപ്റ്റ് ഉണ്ടാവണം. 9ൻ്റെ സ്ക്വയർ 81, 10ൻ്റെ സ്ക്വയർ 100. ഇത് നമ്മൾക്ക് ആദ്യം ഏകദേശം ഒരു ഐഡിയ വേണം. അപ്പോൾ ഇനി ഇവിടെ 49 ഉണ്ട്. ഓക്കെ, 7ൻ്റെ സ്ക്വയർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് മാത്രമേ വരുന്നുള്ളൂ. അതിന് മുകളിലുള്ളതൊന്നും ഇല്ല. കാരണം 64 ഇല്ല, 81 ഇല്ല, 100 ഇല്ല. 100ന് മുകളിൽ ഇതിൽ സംഖ്യ കാണുന്നില്ല. അപ്പോൾ നമ്മളിതിൽ ഈ അരിത്മെറ്റിക് സീക്വൻസ്, ഈ സീക്വൻസ് അഥവാ ഈ ശ്രേണി എന്താ ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പോൾ 97, 73, 49. അപ്പോൾ ഇവിടുത്തെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കാണുക. 73 മൈനസ് 97. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ 73 97 കുറച്ചാൽ എന്താ? നമ്മൾക്കറിയാം 2 വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അല്ലേ? 97 മൈനസ് ആണ്, 73 പ്ലസ് ആണ്. അപ്പോൾ 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. അപ്പോൾ ഏതാ വലുത്? 97. ചെറുതോ? 73.
വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. 97 73 കുറച്ചാൽ 24. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. ഏതാ വലുത്? 97. അതിൻ്റെ ചിഹ്നം എന്താ? മൈനസ്. തൊട്ട് മുമ്പിലുള്ള ചിഹ്നമാണ് നമ്മൾ നോക്കുക കേട്ടോ. 97ൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് 97ന് തൊട്ട് മുമ്പിലുള്ള ചിഹ്നം, അതായത് 24 സൈൻ. ഓക്കെ, 97ൻ്റെ സൈൻ എന്നുള്ളത് എന്താണ്? മൈനസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്നുള്ളത് 24ആണ്. അപ്പോൾ 97. അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ ടേം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 49ൻ്റെ കൂടെ 49ൽ നിന്ന് 24 കുറച്ചാൽ മതി. അപ്പോൾ 97 73 49. അടുത്ത പദം കാണാൻ 49ൽ നിന്ന് 24 കുറക്കുക അല്ലേ? മൈനസ് 24 എന്ന് പറഞ്ഞാൽ എന്താണ്? 24 കുറക്കുക. അപ്പോൾ 25. 25 നിന്ന് 24 കുറക്കുക, കാരണം മൈനസ് 24 ആണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ 1. ഓക്കെ, ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണി വരിക, ഈ അരിത്മെറ്റിക് സീക്വൻസ് വരിക. ഇതിൽ ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗ്ഗങ്ങളെന്ന് നോക്കാം. 1, ഇതിൽ 1 ഉണ്ട്. ഓക്കെ, പിന്നെ 4 ഇല്ല, 9 ഇല്ല, 16 ഇല്ല, 25 ഉണ്ട്. ഇപ്പോൾ 25ഉം ഓക്കെ. 36 ഇല്ല, 49 ഉണ്ട്, 49 ഓക്കെ. 64 ഇല്ല, 81 ഇല്ല, 100 ഇല്ല. അപ്പോൾ ഇതിലെ പെർഫെക്റ്റ് സ്ക്വയറുകൾ അഥവാ പൂർണ്ണവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗ്ഗം എന്ന് പറയുന്നത് 1, 25, 49. ഈ 3 നമ്പറുകളാണ് എന്ത് ഇവിടുത്തെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ 2020 SLCയിൽ ചോദിച്ച SLC പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഹൂസ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് 3n + 5. ഓക്കെ, 2 ലേപ്പായിട്ടാണ്. ആൾജിബ്രായിക് അഥവാ ബീജഗണിത രൂപം 3n + 5 ആയിട്ടുള്ള, അപ്പം ആൾജിബ്രായിക് എക്സ്പ്രഷൻ xn നമ്മൾക്ക് തന്നിട്ടുണ്ട് 3n + 5. അതിൻ്റെ ആദ്യ പദവും പൊതുവ്യത്യാസവും കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബീജഗണിത രൂപം അഥവാ ആൾജിബ്രായിക് ഫോം നമ്മൾ ആദ്യം എഴുതുക. എന്താണ്? dn + f - d അല്ലേ? അപ്പോൾ നോക്കുക, ഇവിടെ n ഉണ്ട്. d എന്ന് പറഞ്ഞാൽ എന്താണ്? d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഇതാണ് നമ്മൾക്ക് കാണേണ്ടത്. അപ്പോൾ ഡിക്ക് എന്നിന് നേരെ ഉണ്ട്. അപ്പോൾ എന്നിൻ്റെ കൂടെ ഉള്ളത് d ആണ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ കൂടെ ഉള്ളതും എന്തായിരിക്കണം? d ആയിരിക്കണം. അത് എത്രയാണ്? 3. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് d = എന്താണ്? 3 ആണ്. വളരെ എളുപ്പമാണ്. പിന്നെ ഉള്ളത് എന്താണ്? ആദ്യ പദം കാണണം. അത് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താണ്? f - d ആണ്. f - d = 5. ഓക്കെ, അപ്പോൾ f - d = 5. അപ്പോൾ എഫ് ആണ് കാണേണ്ടത്. എഫ് കാണണമെങ്കിൽ ഡീനെ ചവിട്ടി അപ്പുറത്തിടണം. അപ്പോൾ -d സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ +d ആകുന്നു. അപ്പോൾ 5 + d അഥവാ 5 + d എന്ന് പറഞ്ഞാൽ 3. 5 + 3 = 8. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 8, കോമൺ ഡിഫറൻസ് 3. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. എന്നാൽ ഇത് വേറെ രീതിയിലും കൂടി ചെയ്യാം, അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, xn = 3n + 5 എന്നാണല്ലോ. 3n + 5. അപ്പോൾ ഇതിൽ x 1 കൊടുക്കുക. ഒന്നാം പദം കാണണമെങ്കിൽ x 1 കൊടുക്കുക. ഫസ്റ്റ് ടേം ആണല്ലോ ഒന്നാം പദം. അപ്പോൾ f = x1. അപ്പോൾ x 1 കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടുള്ളൂ? n-ൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. 3 × n-ൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക +5. 3 × 1 3 + 5 = 8. 3 + 5 = 8. അതല്ലേ നമ്മൾക്ക് കിട്ടിയത്? യെസ്. അപ്പോൾ ഇങ്ങനെ കാണാം. ഇനി അതല്ല x2 കാണണം എന്ന് വിചാരിക്കുക. x2 കാണണമെങ്കിൽ എന്തായാലും x2ൻ്റെ n-ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോൾ 3 × 2 + 5. 3 ഗുണിക്കണം 2 എത്രയാണ്? 6. 6 + 5 11. ഇപ്പോൾ x2 കിട്ടി. x1ഉം x2ഉം കിട്ടിയാൽ കോമൺ ഡിഫറൻസ് കണ്ടുകൂടെ? x2ൽ നിന്ന് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറക്കാം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. 11 - 8 = 3. എങ്ങനെയായാലും നമ്മൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ 2 രീതി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറായി, എ പാർട്ടിൻ്റെ ആൻസറായി. ഇനി ബി പാർട്ട് നോക്കാം. ബി പാർട്ട് എന്നുള്ളത് ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്നുള്ളത് എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 8 എന്ന് തന്നിട്ടുണ്ട്. എന്താ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഈസ് 5. d = 5 എന്ന് തന്നിട്ടുണ്ട്. റൈറ്റ് ഇറ്റ്സ് ആൾജിബ്രായിക് ഫോം. അതിൻ്റെ ബീജഗണിത രൂപം എഴുതുക. എന്തോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ബീജഗണിത രൂപം എന്താണ് നമ്മൾ ആദ്യം എഴുതുക? dn + f - d. f - d. d എന്താണ്? 5 ആണ്. അപ്പോൾ 5. n-ൻ്റെ സ്ഥാനത്ത് n കൊടുക്കാം. f എന്താ? 8. d എന്താ? 5. 5n +
8 കുറക്കണം 5 3 ഇപ്പോൾ 5n + 3 ഇറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഇതൊക്കെ നമ്മുടെ SSLC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് 1 3 5 7? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. 1 3 5 7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതും സിമ്പിൾ തന്നെയാണ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, പക്ഷെ കാണുമ്പോൾ പല രീതിയിൽ നമുക്ക് തോന്നും ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നോക്കുക, 1 3 5 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് നമ്പേഴ്സാണ്, ഒറ്റ സംഖ്യകളാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 5 നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 3 5 7 9. ഇത് വേണമെങ്കിൽ നേരെ നമുക്ക് കൂട്ടിയിട്ട് എഴുതാം. 1 + 3 + 5 + 7 + 9 4 9 16 25 ഇങ്ങനെ എഴുതാൻ പറ്റും നമ്മൾക്ക്. ഓക്കെ, ഇനി അതല്ല, ഇനി ഇതിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ, തുക, അതിൻ്റെ തുക അഥവാ സം Sn = n × n + 1/2 എന്നുള്ള ഇക്വേഷൻ നമ്മൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ, തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ഇത് കാണണമെങ്കിൽ അതിൻ്റെ തുക എന്നുള്ളത്, സം എന്നുള്ളത് Sn = n × n + 1. ഇതൊക്കെ നമ്മൾ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അഥവാ ഒറ്റ സംഖ്യകളുടെ തുക കാണണമെന്നുണ്ടെങ്കിൽ തുക സം Sn = n² എന്ന് വരും. ഈ 3 ഇക്വേഷൻസ് നമ്മൾ കറക്റ്റ് പഠിക്കണം. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 2 3 4 5 6 എക്സെട്ര അങ്ങനെ വരും. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 2 4 6 8 10. ഓഡ് നമ്പേഴ്സ് 1 3 5 7 9. ഇവിടുത്തെ n എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഇത് എത്ര നമ്പർ ഉണ്ടെന്ന് എണ്ണാം. ഇതെണ്ണലല്ല, 1 2 3 4 5. അപ്പോൾ ഇവിടെ 5 ആണ് n. ഇങ്ങനെ എണ്ണയാൽ 1 2 3 4 5. അപ്പോൾ ഇവിടുത്തെ n എന്താണ്? 5 ആണ്, അല്ലാതെ 10 അല്ല. ഓക്കെ, ഇവിടുത്തെ n എന്താണ്? 5 ആണ്. ഇവിടെയോ 1 2 3 4 5. ഇവിടുത്തെ എന്താണ്? n 5 ആണ്. ഈ രീതിയിലാണ് നമ്മൾ n കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഓരോന്നിനും ഓരോ ഇതാണ്. നമ്മൾ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തതാണ്, ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇക്വേഷൻസ് വെച്ചിട്ട് നോക്കാം. ഇതെന്താണ്? ഒറ്റ സംഖ്യകളാണ് അഥവാ ഓഡ് നമ്പേഴ്സാണ്. എത്ര ഓഡ് നമ്പേഴ്സിൻ്റെത് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്? ആദ്യത്തെ 5 നമ്പറുകളുടെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ n എന്താണ്? 5 ആണ്. അപ്പോൾ n² കണ്ടാൽ മതി, അഥവാ 5². n² എടുക്കുമ്പോൾ 5² എടുക്കണം. 5ൻ്റെ സ്ക്വയർ എന്താ? 25. ഓക്കെ, സിമ്പിൾ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1 3 5 7? ഇത് നമ്മളോട് ആദ്യത്തെ 5 പദങ്ങളുടെ സമാന്തര ശ്രേണിയുടെ തുക കാണാനാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് 1 3 5 7 തുടങ്ങിയിട്ടുള്ള ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n². അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള സമവാക്യം എന്താണ്? n². ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ 5 പദങ്ങളുടെ തുക കാണാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യത്തെ n പദങ്ങളുടെ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി മൂന്നാമത് നോക്കാം. ഇതൊക്കെ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1/n 3/n 5/n 7/n. ഇതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വേറെന്തോ ക്വസ്റ്റ്യൻ ആണ് എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചു പോകും. പക്ഷെ എന്നാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ 1 3 5 7 ഒക്കെ ആണല്ലോ, അത് തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ആ പ്രതീക്ഷയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ഇതിൻ്റെ n പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത് 3/n. അപ്പോൾ തുക കാണാന്ന് പറഞ്ഞാൽ എന്താ? ഇത് മൊത്തം ആഡ് ചെയ്യുക എന്നുള്ളതാണ്, കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ഇത് കൂട്ടുമ്പോൾ ഇതിലെല്ലാവരും എന്തുണ്ട്? n ഉണ്ട്, ഡിവൈഡഡ് ബൈ n ഉണ്ട്. ആ ഡിവൈഡ് ബൈ n നമ്മൾ എല്ലാത്തിനും പുറത്തേക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ 1/n 1 പുറത്തെടുത്താൽ പിന്നെ 1 ഉണ്ടാവുക ബാക്കി. ഇതിന്ന് n പുറത്തേക്ക് എടുത്താൽ പിന്നെ ഉണ്ടാവുക 3 ആണ്.
ഇതിന്ന് ബൈ എന്നെ പുറത്തേക്ക് എടുത്താൽ 5, ഇതിന്ന് ബൈ എന്നെ പുറത്തേക്ക് എടുത്താൽ പിന്നെ 7 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഇങ്ങനത്തെ എത്ര n പദങ്ങളുടെ തുകയാണ് കാണേണ്ടത് അല്ലേ? ഇതിൻ്റെ n പദങ്ങളുടെ തുക എന്താ? ഇപ്പോൾ ഇതാണ് കൂട്ടേണ്ടത്, ഇത് കൂട്ടണ്ട. കാരണം ഇതെന്താണ്? ഇത് പുറത്തായി. ഇതിന് നോക്കണ്ട, കാരണം ഇത് കോമൺ ആണ്, ഇത് പുറത്തേക്ക് എടുത്തു. ഇപ്പം കൂട്ടാൻ പറഞ്ഞ ഏതാണ്? 1, 3, 5, 7 തുടങ്ങിയ ഒറ്റ സംഖ്യേൻ്റെ കൂട്ടിയാൽ എന്താ കിട്ടുക? n² അല്ലേ? n വരെ കൂട്ടിയാൽ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ സ്ക്വയറും ഉണ്ട്, ഇവിടെ n ഉണ്ട്. കട്ട് ചെയ്ത് പോകും. ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടി? n എന്ന് കിട്ടി. ഓക്കെ, ഇതും സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡി പാർട്ട്. ഇതിൻ്റെ ഡി പാർട്ട് നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 2020 ടേംസ്? ആദ്യത്തെ 2020 പദങ്ങളുടെ തുക കാണുക. ഏതിൻ്റെ? 1/2020, 3/2020, 5/2020. ഇതിൻ്റെ ആദ്യത്തെ 2020 പദങ്ങളുടെ തുക. വല്ലാത്തൊരു അടങ്ങാറ് തന്നെയാണെന്ന് തോന്നിപ്പോവും, പക്ഷേ ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ നമ്മളിത് കാണാൻ പറഞ്ഞാൽ 1/2020 പ്ലസ് 2/2020 പ്ലസ് 5/2020. ഈ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ കാരണമുണ്ട്, കാരണം ഇത് 2020 വർഷമാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്? 2020 പുറത്തേക്ക് എടുക്കാം. പിന്നെ ബാക്കിയുള്ളത് 1 + 2 3 ആട്ടോ. 1 + 3 + 5 പ്ലസ് അങ്ങനെ എത്ര വരെ പോകണം? ഇതിൻ്റെ 2020 ടേം വരെ പോകണം അല്ലേ? അപ്പോൾ അതിന് നേരത്തെ നമ്മൾ ജനറലായിട്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലേ? 2020 ടേംസ് ആണെങ്കിൽ അതിൻ്റെ ഇതെന്തായിരിക്കും? 2020 സ്ക്വയർ. എത്ര ടേംസ് ഉണ്ടോ അതിൻ്റെ സ്ക്വയർ അല്ലേ? n ആകുമ്പോൾ n-ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ 2020 ടേംസ് ആകുമ്പോൾ 2020 പദങ്ങളാകുമ്പോൾ 2020 സ്ക്വയർ 1/2020. അപ്പോൾ ഇതെന്താ? ഇതും കട്ട് ചെയ്ത് പോകും. തുക എന്താണ്? 2020. സം എന്താണ്? 2020. ഇത്രയും വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. പക്ഷേ ആ ഐഡിയ നമുക്ക് ക്ലിക്ക് ആവണം, ആ കൺസെപ്റ്റ് നമ്മൾക്ക് അവിടെ ക്ലിയർ ആവണം, എന്നാൽ മാത്രമേ നമ്മൾക്കിത് ചെയ്യാൻ പറ്റൂ. ഓക്കെ.